ദിവമനയിലേക്ക് സ്വാഗതം. മാർച്ച് 1 നോമ്പിൽ 3-ാം ഞായർ. ചിന്താവിഷയം: അന്യോന്യം ഭാരങ്ങളെ ചുമക്കുവാനുള്ള വഴി. പക്ഷവാത രോഗിയും നിസ്സഹായനുമായ ഒരു വ്യക്തിയെ യേശുവിന്റെ അരികിൽ 4 പേർ യാതൊരു വൈമനസ്യവും കൂടാതെ എത്തിക്കുന്ന സംഭവത്തിന്റെ മനോഹരമായ വിവരണമാണ് സുവിശേഷ വേദഭാഗം. രോഗിയും അവന്റെ സ്നേഹിതനും വിശുദ്ധ മർക്കോസിന്റെ രചനയിൽ ശ്രദ്ധേയരായ കഥാപാത്രങ്ങളാണ്. ആരുടെയും പേരുകളോ കുടുംബ പശ്ചാത്തലമോ രേഖപ്പെടുത്തുന്നില്ല. എന്നാൽ ചുരുങ്ങിയ വാക്കുകളിൽ വായനക്കാരെ ആരുമായി ആകർഷിക്കുന്ന വിശുദ്ധ മർക്കോസിന്റെ രചനാ ശൈലി ഈ സംഭവത്തെ നിസ്തുലമാക്കുന്നു. പാപമോചനം നൽകാനുള്ള യേശുവിന്റെ അധികാരം ചൂണ്ടിക്കാട്ടുന്നതോടൊപ്പം സൗഖ്യദായകനായ ലോകരക്ഷകനെയും തന്റെ രചനയിൽ വിശുദ്ധ മർക്കോസ് ലക്ഷ്യമാക്കുന്നുണ്ട്. പാപമോചനം നൽകുന്നതിൽ കൂടെ യേശുവിന്റെ ദൈവത്വം വെളിപ്പെടുത്തുന്ന സംഭവമായി ഇതിനെ കാണാം. അതോടൊപ്പം രോഗിയുമായി വരുന്ന 4 പേർ സഭ പ്രകടമാക്കേണ്ട കരുതലിന്റെയും ത്യാഗത്തിന്റെയും പ്രതീകങ്ങളാണെന്ന സന്ദേശവും വിശുദ്ധ മർക്കോസ് അർത്ഥമാക്കുന്നു. സഭ എപ്രകാരമാകണമെന്നതിന് ഈ സംഭവം ഉത്തമ ദൃഷ്ടാന്തമാണ്. നോമ്പ് നാം നിർവഹിക്കുന്ന അനുഷ്ഠാനങ്ങൾക്കപ്പുറമായി നമ്മിൽ ഉളവാകേണ്ട നന്മകൾ ദൃശ്യമാക്കേണ്ട അനുഭവമാണ്. ഇതിന് ഉദാത്തമായ മാതൃക രക്ഷകനായ യേശുവാണ്. അവന്റെ അരികിലേക്ക് നാം ആത്മാർത്ഥതയോടെ അടുത്തു വരണം. വരുന്നവരെ അനുഗ്രഹിച്ച് നന്മകൾ പ്രദാനം ചെയ്യുന്ന രക്ഷകനാണ് യേശു. ഈ വിധ ചിത്രങ്ങൾ ഉളവാക്കുവാൻ നോമ്പ് നൽകുന്ന ആഹ്വാനം ശ്രദ്ധേയമാണ്. 1-ാം പാഠഭാഗം 2 ശമൂവേൽ 9:1 മുതൽ 13 വരെ. യോനാഥാന്റെ മുടന്തനായ മകനെ ദാവീദ് കണ്ടെത്തി അവനെ ആദരിക്കുകയും തന്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുവാൻ അനുവദിക്കുകയും ചെയ്യുന്ന സംഭവമാണ് വേദഭാഗം. ദാവീദിന്റെ ആർദ്രതയും ബലഹീനരോടുള്ള കരുതലും ഇവിടെ കാണുന്നു. ദാവീദ് പ്രകടമാക്കിയ കരുതലിനെ മെഫീബോശത്ത് നന്ദിയോടെ ഓർക്കുകയും അത് പ്രകടമാക്കുകയും ചെയ്യുന്നു. ഇത് അനുകരണീയമായ മാതൃകയാണ്. യോഗ്യതയില്ലാത്ത നമുക്ക് ലഭ്യമാകുന്ന ദൈവകൃപയുടെ ദർശനമാണ് ഈ സംഭവത്തിൽ കാണുന്നത്. അതിനോട് അത്യന്തം വിശ്വസ്തരായിരിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. 2-ാം പാഠഭാഗം ഗലാത്യർ 6:1 മുതൽ 10 വരെ. വിശ്വാസികൾ തങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാക്കേണ്ട ആത്മീയ അനുഭവങ്ങളുടെ ഒരു മാർഗരേഖ അപ്പോസ്തലൻ ഇവിടെ വിവരിക്കുന്നു. തെറ്റുകൾ ചെയ്ത് അകന്നുപോയവരെ സൗമ്യതയുടെ ആത്മാവിനാൽ യഥാസ്ഥാനപ്പെടുത്തുവാൻ ആവശ്യപ്പെടുന്നു. തമ്മിൽ ഭാരങ്ങളെ ചുമപ്പീൻ എന്ന ആത്മീയ നിർദ്ദേശം ഉത്തമമായ സമൂഹ സൃഷ്ടിക്കുള്ള ആഹ്വാനമാണ്. സ്വയം പ്രശംസ ഒരിക്കലും ഉണ്ടാകരുതെന്ന നിർദ്ദേശം ശ്രദ്ധേയമാണ്. നന്മ ചെയ്യുവാൻ അവസരം ലഭിക്കുമ്പോൾ അതിനെ ഉപേക്ഷിക്കരുത്. ലേഖന ഭാഗം റോമർ 12:9 മുതൽ 21 വരെ. അനുഗ്രഹീതമായ ക്രിസ്തീയ ജീവിതത്തിന് അപ്പോസ്തലൻ നൽകുന്ന ആത്മീയ പ്രമാണങ്ങളാണ് വേദഭാഗം. നിർവ്യാജമായ സ്നേഹവും സഹോദരപ്രീതിയും തിന്മയെ വെറുക്കുന്ന അനുഭവം വിശ്വാസികളുടെ ജീവിതത്തിൽ അനിവാര്യമാണ്. എല്ലാവരോടും സമഭാവനയിൽ വർത്തിക്കുന്നവരും സമാധാനം സൃഷ്ടിക്കുന്നവരുമാകണം. തിന്മയോടെ തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുവാൻ അപ്പോസ്തലൻ നൽകുന്ന ആഹ്വാനം എക്കാലത്തും ആദരണീയമാണ്. സുവിശേഷ വേദഭാഗം വിശുദ്ധ മർക്കോസ് 2:1 മുതൽ 12 വരെ. യേശു കാനാവിൽ വെള്ളം ഏറ്റവും രുചികരമായ വീഞ്ഞാക്കിയ സംഭവത്തിന്റെ വിവരണത്തോടെ വലിയ നോമ്പിന്റെ ചിന്തകൾ ആരംഭിക്കുന്നു. തുടർന്ന് ഹോശാനയ്ക്കുമുള്ള ഞായറാഴ്ചകളിൽ സഭ ധ്യാനത്തിന് വിഷയമാക്കുന്നത് കർത്താവ് ശരീരാന്തരീകളിൽ നൽകുന്ന സൗഖ്യത്തിന്റെ ചരിത്രമാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് സുവിശേഷ വേദഭാഗം. സമവീക്ഷണ സുവിശേഷകർ പ്രാധാന്യത്തോടെ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിവരണങ്ങളിൽ ചില വ്യത്യാസങ്ങൾ കാണുന്നെങ്കിലും കർത്താവ് നൽകുന്ന സൗഖ്യദായക ശുശ്രൂഷയുടെ നിസ്തുലത ഒരുപോലെയാണ് സുവിശേഷകർ ആലേഖനം ചെയ്യുന്നത്. വിശുദ്ധ മർക്കോസിന്റെ വിവരണത്തിൽ മനോഹരമായ നാടകീയത ദൃശ്യമാണ്. ആളുകൾ നിറഞ്ഞ ഒരു ഭവനം. യേശു തിരുവചനം പങ്കിടുന്നു. ശ്രദ്ധയോടും തികഞ്ഞ സന്തോഷത്തോടും അവർ കർത്താവിനെ സേവിക്കുമ്പോൾ വീടിന്റെ മേൽക്കൂരയിൽ നിന്ന് കിടക്കയോടെ ഒരു രോഗി അവരുടെ മധ്യത്തിലേക്ക് ഇറങ്ങുന്നു. ദൃക്സാക്ഷി വിവരണത്തിലെ എല്ലാ ഭാവങ്ങളും ഇതിൽ കാണാം. ഇപ്രകാരമുള്ള പശ്ചാത്തലം സജ്ജമാക്കി യേശുവിന്റെ സൗഖ്യദായക ശുശ്രൂഷയെ അവതരിപ്പിക്കുമ്പോൾ അതിനെ മഹത്തായ ലക്ഷ്യം വിശുദ്ധ മർക്കോസ് അർത്ഥമാക്കിയിരുന്നു.
ശ്രദ്ധേയമായ ചില സവിശേഷതകൾ ഇവിടെ കാണാം. രോഗസൗഖ്യത്തിനായി കർത്താവ് പാപമോചനം നൽകുന്നു. സൗഖ്യം പ്രദാനം ചെയ്യുന്നതിന് യേശു എപ്പോഴും വ്യത്യസ്തമായ സമീപനങ്ങളാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇത് പ്രത്യേകമായി മനസ്സിലാക്കേണ്ടതാണ്. ഈ സംഭവത്തിൽ മറ്റുള്ളവരുടെ വിശ്വാസത്തെ അംഗീകരിച്ചാണ് കർത്താവ് സൗഖ്യം നൽകുന്നത്. അതോടൊപ്പം അവരുടെ ആത്മീയമായ കരുതലും ആർദ്രതയും ഇതിനെ നിസ്തുലമാക്കുന്നു. ഏവർക്കും ദൃശ്യമാകുന്ന ഈ ധന്യ മാതൃക സഭയുടെ മുഖമുദ്രയാകണമെന്ന ഉദ്ദേശ്യവും സുവിശേഷ രചയിതാക്കൾക്കുണ്ടായിരുന്നു. രോഗിയുടെ വിശ്വാസം ഇവിടെ നിഷേധിക്കാവുന്നതല്ല. എന്നാൽ അതിനെക്കുറിച്ച് പ്രത്യേകമായി പറയുന്നില്ല. രോഗിയുടെ ജീവിത പശ്ചാത്തലം സാഹചര്യവും രേഖപ്പെടുത്തിയിട്ടില്ല. അതേസമയം അവന്റെ സ്ത്രീകളുടെ വിശ്വാസവും കരുതലും ത്യാഗവും തിളക്കത്തോടെ വർദ്ധിക്കുന്നു. മാനുഷിക പ്രതിബന്ധങ്ങളെയും സംഭവിക്കാവുന്ന ആരോപണങ്ങളെയും മറികടന്ന അവരുടെ പ്രവർത്തികൾ മാതൃകാപരമാണ്. ക്രിസ്തീയ ജീവിതം ഇപ്രകാരമാകണമെന്ന സന്ദേശവും ഇതിൽ കാണാം. അവരുടെ അപേക്ഷകളോ ആവശ്യങ്ങളോ രേഖപ്പെടുത്തുന്നില്ല. അവരുടെ ത്യാഗം ഏറ്റവും വാചാലവും പ്രവർത്തികൾ ഉന്നതവുമായിരുന്നു. ഇതാണ് സൗഖ്യത്തിനും അനുഗ്രഹത്തിനും കാരണമാകുന്നത്. ഈ കാഴ്ച അതീവ സുന്ദരമാണ്. യേശുവിനെ കുറിച്ച് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള മനുഷ്യനെന്ന് വേദചിന്തകനായ ബോണോഫർ പറഞ്ഞത് ഈ പശ്ചാത്തലത്തിൽ പ്രസക്തമാണ്. ഇവിടെ കാണുന്ന പ്രധാനമായ 3 ചിന്തകൾ ധ്യാനത്തിന് വിഷയമാക്കുന്നു. ഒന്ന്, പ്രശംസിക്കപ്പെടുന്ന വിശ്വാസം. പക്ഷപാത രോഗിയുടെ സ്നേഹിതർ യേശുവിനെ കുറിച്ച് വ്യക്തമായി അറിഞ്ഞിരുന്നു. അവന്റെ ദിവ്യത്വവും കാരുണ്യവും തള്ളപ്പെട്ടവരോടുള്ള കരുതലും ശരിയായി മനസ്സിലാക്കിയതിനാൽ രോഗിയുമായി അവന്റെ അരികിൽ ധൈര്യസമേതം കഴിഞ്ഞു. വിശ്വാസ പ്രവൃത്തിയിൽ കൂടെ പ്രകടമാക്കുവാൻ അവർ ആഗ്രഹിച്ചു. അതിനാലാണ് ഈ സാഹസത്തിന് മുതിർന്നത്. അത് അത്യന്തം പ്രശംസനീയമാണ്. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാകുന്നു എന്ന് യാക്കോബിന്റെ വാക്കുകൾ ചിന്തനീയമാണ്. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. വിശ്വാസം ഉറക്കെ പ്രഖ്യാപിക്കപ്പെടുന്ന അപൂർവ സന്ദർഭങ്ങളിൽ ഒന്നായി ഇതിനെ കാണാം. യേശുവിനെ അറിയുന്ന നമ്മിൽ വിശ്വാസത്തിന്റെ ആഴവും അത് പ്രാവർത്തികമാക്കാനുള്ള താല്പര്യവും ഇപ്രകാരമാണെന്ന് ചിന്തിക്കുന്നത് ഉത്തമമാണ്. പ്രാർത്ഥനയും ആരാധനയും ദൈവവചന പഠനവും വിശ്വാസവർദ്ധനവിന് നമ്മെ സഹായിക്കുന്നു. ക്രിസ്തീയത യേശുവിനെ അറിയുന്നത് മാത്രമല്ല, അവനുമായുള്ള വ്യക്തിബന്ധം ദൃഢമാക്കി വിശ്വാസത്തോടെ കർമ്മനിരതമാകുന്ന അനുഭവമാണ്. വിശ്വാസവും അതിൽ നിന്ന് ഉരുത്തിരിയുന്ന പ്രവൃത്തിയും ഒരു നാണയത്തിന്റെ 2 വശങ്ങൾ പോലെ അർത്ഥവത്താണ്. അതിന്റെ മനോഹരമായ വെളിപ്പെടുത്തലാണ് ഈ സംഭവം. 2, പാപത്തിന്റെ സങ്കീർണത. പക്ഷപാത രോഗിയുടെ രോഗപശ്ചാത്തലം അജ്ഞാതമാണ്. എന്നാൽ പാപത്തിന്റെ കുറ്റബോധവും മനസാക്ഷിയുടെ അസ്വസ്ഥതകളും അവനെ ശാരീരികവും മാനസികവുമായ ക്ഷതം ഏൽപ്പിച്ചിരുന്നു. ഈ വസ്തുത വ്യക്തമാണ്. ഇപ്രകാരമുള്ള സങ്കീർണതകൾ അവനെ രോഗത്തിലേക്ക് നയിച്ചുവെന്ന് കരുതാം. കർത്താവിന്റെ സമീപനം വളരെ വ്യത്യസ്തമായിരുന്നു. രോഗസൗഖ്യത്തിനായി യേശു പല മുഖാന്തരങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇവിടെ പാപമോചനമാണ് സൗഖ്യത്തിനായി ഉപയോഗിക്കുന്നത്. അതിനാൽ രോഗിയുടെ ശാരീരികവും മാനസികവുമായ അവസ്ഥയുടെ ഒരു പൂർണ്ണചിത്രം വായനക്കാർക്ക് ലഭ്യമാകുന്നു. രോഗങ്ങളുടെ കാരണം പാപമാണെന്ന യഹൂദ ചിന്താഗതി എന്ന പ്രബലമായിരുന്നു. യഹൂദ റബിമാരുടെ എഴുത്തുകളിൽ ഇത് കാണാം. പ്രമുഖ റബിമാർ പറയുന്നത്, there is no death without sin and no pain without some transgressions. The sick arises not from his sickness until his sins are forgiven. രോഗങ്ങളുടെ കാരണം പാപമാണെന്ന് യേശു പഠിപ്പിച്ചില്ല. പുതിയ നിയമചിന്തയിലും ഇത് കാണുന്നില്ല. അതേസമയം ജീവിതത്തെ എല്ലാ വിധത്തിലും അധർമ്മമാക്കുന്ന പാപമെന്ന യാഥാർത്ഥ്യത്തെ ആഴത്തിൽ അറിയണമെന്ന് യേശു പഠിപ്പിച്ചു. പാപം മനസ്സിൽ നിന്നും ശരീരത്തിലേക്ക് സംക്രമിച്ച് മനുഷ്യനെ രോഗിയാക്കുന്നു എന്നത് ഒരു ശാസ്ത്ര സത്യമാണ്. മനസ്സിന്റെ വികലതകൾ മനുഷ്യ ശരീരത്തെ രോഗാതുരമാക്കുന്നു. ആധുനിക വൈദ്യശാസ്ത്രം വ്യക്തമായി പറയുന്നത് മനസ്സിന്റെ അവസ്ഥ ശരീരത്തിന്റെ സ്ഥിതിയെ സ്വാധീനിക്കുന്നു എന്നതാണ്. ആരോഗ്യമുള്ള മനസ്സ് ആരോഗ്യമുള്ള ശരീരത്തിന് അനിവാര്യമാണ്. ശരീരവും മനസ്സും തമ്മിലുള്ള ബന്ധം അവഗണിക്കാനാവില്ല. പക്ഷപാത രോഗിയുടെ എല്ലാ അവസ്ഥകളെയും അതിന്റെ ആഴത്തിൽ അറിഞ്ഞ കർത്താവ് പാപമോചനത്തിലൂടെ അവരെ സൗഖ്യം നൽകുന്നു. പാപത്തിന്റെ സങ്കീർണതകളെയും അത് സൃഷ്ടിക്കുന്ന ദൂരവ്യാപകങ്ങളായ ഫലങ്ങളെയും നാം നിഷേധിക്കരുത്. പാപം നമ്മെ നിഷ്ക്രിയമാക്കുന്നു. ഈ ദുസ്ഥിതിയിലുള്ള മോചനമാണ് യേശു നൽകുന്നത്.
അത് സ്വീകരിക്കാൻ പര്യാപ്തമായ ദൈവബന്ധം നമ്മിൽ സജീവമാകണം. പക്ഷപാത രോഗിയുടെ ചരിത്രം ഇത് ഓർമ്മിപ്പിക്കുന്നു. യേശുവിന്റെ പാപമോചന അധികാരം. മകനെ, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. വാക്യം 5. വിശുദ്ധ മത്തായി മകനെ ധൈര്യമായിരിക്കുക എന്ന് എഴുതുന്നു. രോഗികളെ അവഗണിച്ച് അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്നും അകറ്റിയിരുന്ന അന്നത്തെ വ്യവസ്ഥിതി സങ്കീർണമായിരുന്നു. ഈ പശ്ചാത്തലത്തിൽ ഇത്രയും ആശ്വാസകരമായ സംബോധന യേശുവിൽ നിന്നും ഉണ്ടായപ്പോൾ അത് കേൾവിക്കാരെ അക്ഷരാർത്ഥത്തിൽ അതിശയിപ്പിച്ചു. രോഗത്തിന്റെ വൈഷമ്യങ്ങളാൽ ഭാരപ്പെട്ട മനുഷ്യന് ഇതൊരു കുളിർമഴയും കർണങ്ങൾക്ക് ആശ്വാസത്തിന്റെ വാക്കുകളായി പരിണമിച്ചു. കഴിഞ്ഞ കാലത്തിന്റെ അവസ്ഥകൾ ചോദിക്കാതെ അവന്റെ ആവുകളുമായി കർത്താവ് താതാത്മ്യപ്പെടുന്നു. കുറ്റബോധത്തിന് വീഴ്ചയിൽ അകപ്പെടുന്നവർക്ക് യേശുവിന്റെ ഈ സമീപനം ആശ്വാസത്തിന്റെ അത്താണിയാണ്. പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് പറയുമ്പോൾ അതിന് ദൈവശാസ്ത്രപരമായ വിശാലമായ അർത്ഥമാണുള്ളത്. മനുഷ്യന്റെ സമഗ്രമായ അനുഭവങ്ങൾക്കും മാറ്റം വരുത്തുവാൻ യേശുവിന് കഴിയുന്ന സത്യമാണ് ഇവിടെ അനാവരണം ചെയ്യപ്പെടുന്നത്. മനുഷ്യപുത്രം എന്ന വിശേഷണം വിശുദ്ധ മർക്കോസ് ആദ്യമായി ഉപയോഗിക്കുന്നത് ഈ സംഭവത്തിലാണ്. പിന്നീട് 13 പ്രാവശ്യം ഈ പദം ആവർത്തിക്കുന്നുണ്ട്. മനുഷ്യനെ പൂർണ്ണമായി അറിഞ്ഞ് അവനുമായി താതാത്മ്യം പ്രാപിക്കുന്ന രക്ഷകൻ എന്ന അർത്ഥമാണ് ഇതിൽ കാണുന്നത്. രക്ഷകനെ കുറിച്ചുള്ള ശ്രേഷ്ഠമായ ഈ നിർവചനം ദൈവസങ്കല്പത്തെ കുറിച്ചുള്ള തെറ്റായ ധാരണകളെ തിരുത്തിയിരുന്നു. ഇവിടെ ചിന്തകളുടെ പുതിയ വാതായനങ്ങൾ തുറക്കപ്പെട്ടു. അതാണ് യേശു വെളിപ്പെടുത്തിയ ദൈവരാജ്യ സങ്കല്പം. പാപത്തിന്റെ വേദനകളാൽ നമ്മുടെ ഭൂതകാലം അസ്വസ്ഥമാണെങ്കിൽ അതിൽ നിന്നുള്ള വിടുതൽ യേശു വാഗ്ദാനം ചെയ്യുന്നു. പക്ഷപാത രോഗിയുടെ സൗഖ്യം ഇത് വെളിപ്പെടുത്തുന്നു. അവൻ ശരീരാന്തരങ്ങളിൽ സൗഖ്യം പ്രാപിച്ച് ആരോഗ്യവാനാകുന്ന സംഭവം സ്തോത്രത്തോടും വിസ്മയത്തോടും അല്ലാതെ കാണാൻ കഴിയില്ല. കിടക്കെടുത്ത് വീട്ടിലേക്ക് പോകുക എന്ന വാക്കുകൾ വളരെ പ്രാധാന്യമുള്ളതാണ്. സൗഖ്യത്തിന്റെ സവിശേഷത ഇതിൽ വെളിവാകുന്നു. പക്ഷപാത രോഗിക്ക് സൗഖ്യവും പുനർജീവനവും പുനരധിവാസവും യേശു നൽകി. കർത്താവിന്റെ പാപമോചന അധികാരം ഏവർക്കും അനുഗ്രഹദായകമാണ്. അതിനാൽ സങ്കോചം കൂടാതെ അവരുടെ അരികിലേക്ക് അടുത്തു വരാം. അണയുന്നവരെ അരിമയോടെ ചേർത്ത് നിർത്തുന്ന രക്ഷകനെയാണ് വിമോചകനായ യേശുവിൽ കാണുന്നത്. പാപക്ഷമയും സൗഖ്യവും അനിവാര്യമായിരിക്കുന്ന ലോകത്തിന് ഈ രക്ഷകനെയാണ് ആവശ്യം. അവനെ ലോകത്തിന് പരിചയപ്പെടുത്തുവാനും വിശ്വാസികൾക്ക് ബാധ്യതയുണ്ട്. അതോടൊപ്പം അന്യോന്യം ഭാരങ്ങളെ ചുമക്കുവാനുള്ള ആഹ്വാനമായും ഈ സംഭവത്തെ കാണണം. ഈ ദൗത്യം ഭംഗിയായും ഫലകരമായി നിർവഹിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പാപ വിമോചകനും സൗഖ്യദായകനും അടുത്തുവരുന്ന ബലഹീനരെ കരുണാനിരതരുമാക്കുന്ന രക്ഷകനായ യേശു നോമ്പിൽ യാഥാർത്ഥ്യം ആകട്ടെ. അതിന് ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ. ആമേൻ.